ഗൈസ് അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ കേട്ടോ. അപ്പോൾ പാർട്ട് 1 കാണാത്തവരെന്തായാലും അത് പോയിട്ട് കാണും. അപ്പോഴുള്ളൂ ഏകദേശം എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇനി പമ്പാ നദിയിൽ കുളിച്ചിട്ടുള്ളൂ നമുക്ക് മല കയറാൻ പറ്റുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു പുതപ്പ് വിരിച്ച് ഇരുമുടിക്കെട്ടൊക്കെ എല്ലാവരും അവിടെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കുളിക്കാൻ ഇറങ്ങി. പിന്നെ അവിടുന്ന് ഗണപതി അമ്പലത്തിൽ തൊഴുതിട്ട് തേങ്ങ ഉടച്ചിട്ട് വേണ്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കേട്ടോ നമ്മളെ കയ്യിലുള്ള പാസ് കാണിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ ശേഷം മിസ്സിങ് ആയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് നമ്മളെ മാളികപ്പുറത്തിന് ടാഗ് അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും നമ്മളെ കൂടെയുള്ള സായിമാരൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇവരുടെ കൂടെ തന്നെ നിന്ന് എൻ്റെ കൂടെ നിൽക്കണുണ്ടോ ദത്ത്, പിന്നെ ബാക്കിലുള്ളവൻ്റെ ചേട്ടൻ, പിന്നെ അവൻ്റെ അച്ഛൻ. ഈ മാളികപ്പുറം അവൻ്റെ ചേട്ടൻ്റെ വെച്ചാൽ ആദ്യമൊക്കെ ഇങ്ങനെ ശരണം വിളിച്ച് നമ്മളിങ്ങനെ കയറും. പിന്നെയാണ് നമുക്ക് ഓരോ ടാസ്ക് നമുക്ക് ഇങ്ങനെ മനസ്സിലാവാൻ തുടങ്ങും. പിന്നെ എവിടുന്ന് അറിയില്ല ഭൂലോകണ്ട് തിരക്ക് വന്നു. പിന്നെ കൊച്ചിനെ സേഫാക്കി പോക്കാട്ടോ ഞങ്ങളെ പണി. കുറേ ആണ്ട് കയറിയപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യാതെ കേട്ടോ. പിന്നെ എങ്ങനെ ഈ പകുതിയിൽ നിർത്തി വിചാരിച്ചിട്ട് ഞാനത് മുഴുവനാക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് മാളികപ്പുറത്തിൻ്റെയൊക്കെ ഊപ്പാട് ഇളകിയേക്കണം കേട്ടോ. ആകെ ടയർഡായി. അങ്ങനെ നമ്മൾ പകുതി ദൂരം കവർ ചെയ്തു. ഇനിയോ എത്രയോ നടക്കാൻ. പേട്ടത്തുള്ളതിൻ്റെ മുന്നേ നമ്മൾ തലയിലൊരു സാധനം കെട്ടിയതിന് അത് ഇവിടെ ആയിട്ട് കുത്തേണ്ടത്. പിന്നെ ഓരോ സെക്കൻഡിലും സ്വാമിമാരെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ക്രൗഡിനെ ഒരുമിച്ച് കണ്ടിട്ടില്ല കേട്ടോ. മാക്സിമം പോലീസുകാർ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് പേരെ വിടും, പിന്നെ കുറച്ച് പേരെ ലോക്കാക്കി നിർത്തും, പിന്നെ കുറച്ച് പേരെ വിടും. ആ ഒരു സിസ്റ്റമായിരുന്നു ഇവിടെ. എന്തൊക്കെ ആയാലും വ്ലോഗ് കംപ്ലീറ്റ് ആക്കണമെന്ന് എനിക്ക് തന്നെ കൊടുത്തൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ ആ ചലഞ്ചിന് നിങ്ങളൊരു ലൈക്ക് കൊടുക്കണം. ഇത് കഴിഞ്ഞതും നല്ല മഴ കേട്ടോ. അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ല. സമാധാനം. ഇത്രയും നേരം കിലോമീറ്റർ കണക്കിന് മഴ കൊണ്ടാകെ അലമ്പായിരിക്കായിരുന്നു. ഒരു 9:30 ആയപ്പോഴേക്കും നമ്മൾ നടപ്പന്തലെത്തി. പിന്നെ അങ്ങോട്ട് മണിക്കൂറോളം നിൽക്കലും ഇരിക്കലും അതെന്നിട്ടും നമുക്ക് അയ്യപ്പനെ കാണാൻ പറ്റിയില്ല കേട്ടോ. 11 മണിക്ക് നട അടച്ചു. 18-ാം പടി ഞങ്ങൾ കയറുമ്പോൾ 12 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ വിരിയിൽ ഇരുമുടിക്കെട്ടെ കൊണ്ടുവച്ച് ഞങ്ങൾ ഒരു 1:30 ആകുമ്പോഴേക്കും അടുത്ത ക്യൂ നിൽക്കൽ തുടങ്ങി കേട്ടോ. ഏറെ നേരത്തിന് ശേഷം 3 മണിക്ക് നട തുറന്നിട്ട് വരിയൊക്കെ ഒന്ന് അനങ്ങൽ തുടങ്ങി. അങ്ങനെ അയ്യപ്പൻ്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മളെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടോ. ഇന്നലെ കാണാൻ പറ്റാത്ത സങ്കടത്തിലായിരുന്നു ഞാൻ. ഇപ്പോൾ ആ സങ്കടമൊക്കെ മാറി. പിന്നെ മാളികപ്പുറത്തിൻ്റെ അവിടെ തേങ്ങ ഉരുട്ടാൻ പോയിട്ടോ. പക്ഷെ അവിടെ ഭയങ്കര തിരക്ക്. അപ്പോൾ നേരെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉരുട്ടാന്ന് ചോദിച്ചു. അപ്പോഴാണ് പന്നിക്കുട്ടന്മാരത് കൂടെ പോകുന്നത്. തിരക്ക് ലേശം കുറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഒന്ന് തേങ്ങ ഉരുട്ടിട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ പോയതാണ്. അത് കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പാസും വാങ്ങി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എന്താണെന്ന് അറിയാലോ, ഓടിപ്പോയി ഒരു സീറ്റാണ്ട് പിടിച്ചു. ഇതേ വരുന്നു റവപ്പ് മാവ്, പിന്നെ കറി വന്നു. കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ഇറങ്ങാനുള്ള തന്ത്രപ്പാടിലാട്ടോ. അപ്പോൾ ഇനി ഇരുമുടിക്കെട്ടിൽ കിട്ടിയ കാണിക്ക് നമ്മളിവിടെ നിക്ഷേപിക്കണം. പിന്നെ അതുമല്ല നമ്മുടെ ഒരു ബാലൻസ് വന്ന് തേങ്ങ എറിയാം. അതോടുകൂടി സന്നിധാനത്തിനോട് നമ്മൾ വിട പറയാം കേട്ടോ. പിന്നെ നമ്മൾ പമ്പ ലക്ഷ്യമാക്കിയിട്ട് നടക്കണം. ഇനി അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ കയറിയ വഴിയല്ല കേട്ടോ ഇറങ്ങേണ്ടത്. അതെന്തായാലും നന്നായി, കാരണം വൈകിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറി. അപ്പോൾ ഇരുട്ടായി കൊണ്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നല്ല കാഴ്ചയായിട്ട് കുറേ സിംഹവാലൻ കുരങ്ങന്മാർ. പിന്നെ ഇതൊക്കെ കണ്ട് അങ്ങോട്ട് നട കുറേ നടന്ന ശേഷം ഒരു കട കെട്ടിയപ്പോൾ ഒരു തണ്ണിമത്തം വാങ്ങി കേട്ടോ. പക്ഷെ ബ്ലുപ്പ് അടിച്ചപ്പോൾ അത് പകുതി പോവുകയും ചെയ്തു. പിന്നെ നോക്കുമ്പോൾ കുത്തനുള്ള ഇറക്കം കേട്ടോ. കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ അടി കിടക്കാം. ഐസ് വാട്ടർ. അപ്പോൾ നമ്മളെല്ലാ ടാസ്കും കംപ്ലീറ്റ് ആക്കി നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് മലയിറങ്ങി കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് കയറാനുള്ള തിരക്കാണ്. നമ്മളങ്ങനെ പമ്പയിൽ നിന്ന് തുടങ്ങിയിട്ട് പമ്പയിൽ തന്നെ തിരിച്ചെത്തിയിട്ടോ. ഗൈസ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. മസ്റ്റായിട്ട് ഒറ്റ തവണയെങ്കിലും ശബരിമല വിസിറ്റ് ചെയ്യണം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അത് നിങ്ങൾ അറിയുക തന്നെ വേണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും നിലക്കൊക്കെയുള്ള ബസ് പിടിക്കുക. ഉന്തി തിരക്കി കിട്ടിയ ബസ് AC ബസ് സുഖമായിട്ട് ഒരു ഉറക്കം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ആരെയും വീഡിയോ എടുക്കുക. ഗൈസിനെ കൊണ്ട് പറ്റുന്ന പോലെ നല്ല രീതിക്ക് എഫേർട്ട് എടുത്തിട്ട് ഞാൻ ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യാറ്. നിങ്ങളാണ് എൻ്റെ ചാർജ്, അല്ലെങ്കിൽ ഉന്മേഷം, അല്ലെങ്കിൽ എല്ലാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം ആരും ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ അർഹിക്കാത്ത സാധനം എനിക്ക് കിട്ടിയ പോലെ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞു. കുറച്ചധികം പേര് നെഗറ്റീവ് മാത്രം പറയണ്ട. അവർക്കൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ നിലക്കലെത്തിയിട്ടു. കുറേ പേരെ വെയിറ്റ് ചെയ്ത് നമ്മളവിടെ ഇരിക്കാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. എല്ലാവരും വന്നോടെ തന്നെ വണ്ടി എടുത്തു കേട്ടോ. എരുമേലിയിൽ നമ്മൾ ലഞ്ച് കഴിച്ചത് അതേ സ്പോട്ടിൽ നിന്നാണ് കേട്ടോ പിന്നെയും നമ്മൾ കഴിച്ചത്. പിന്നെ കുറച്ച് നേരം ഒന്ന് മയങ്ങി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പോയത് അയ്യപ്പൻ ജനിച്ച് വളർന്ന പന്തളം കൊട്ടാരം കാണാനാണ്. ചെന്ന വൈകിനെ ഒരു കുളി പാസ്സാക്കി കേട്ടോ. അപ്പോഴാണൊന്ന് ഫ്രഷ് ആയി. ഇവിടെ അങ്ങനെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കാണണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആരും കാണാതെ നൈസായിട്ട് ഓരോന്ന് ഒപ്പിച്ച് അങ്ങനെ ചെറിയ രീതിയിൽ പർച്ചേസ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിചാരിച്ചു ഓരോ ചായ കുടിച്ചാലോ. ഇനി എന്തായാലും പന്തളത്തിൽ വന്നിട്ട് ചായ കുടിച്ചിട്ടില്ല എന്ന് വേണ്ട,
അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നടക്കൽ തുടങ്ങി. വണ്ടി ഏതോ ഒരു ഗുദാമിൽ കൊണ്ടെടുക്കുന്നു. ആ പോസ്റ്റ് വന്നോടെ ഞങ്ങളവിടെ പാട്ട് തുടങ്ങി. അവിടുന്ന് നമ്മൾ അടുത്ത അമ്പലത്തിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് കേട്ടോ. നല്ലൊരു നൈസ് ബസ്. നേരം സന്ധ്യയായി. അപ്പോൾ ഇനി വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക, ഉള്ളതും കൊണ്ട് ഓണം പോലെ. ആ ആരപ്പത് അഭിനയിക്കാന്ന് പറയേ ചെയ്യില്ല. എന്താ വായന. അങ്ങനെ നമ്മളെ യാത്രയിലെ അവസാന ക്ഷേത്രമാണ്. അപ്പോൾ കുറച്ച് പേര് വണ്ടിയിൽ തന്നെ ഇരുന്നു കേട്ടോ. ആകെ ടയർഡാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി തൊഴുകാൻ പോയി. അപ്പോൾ ഉണ്ട് അതിൻ്റെ സൈഡിൽ ഒരു ആനക്കുട്ടൻ നിൽക്കുന്നു. പിന്നെ ഓനെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ബസ്സിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി എടുക്കാൻ പറ്റില്ലല്ലോ, കഴിഞ്ഞില്ലേ കഥ. പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് കുറച്ച് ദൂരം പോയിട്ട് ബ്രേക്ക് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ച ശേഷം സൈഡ് സീറ്റിലൊക്കെ വലിയ ഇടയ്ക്ക് കയറിയിരുന്നു നന്നായിട്ട് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ആ 3 ദിവസത്തെ ഓർമ്മകൾ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ നിർത്തി. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത സായന്മാരെ അവരുടെ സ്ഥലത്ത് തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മളെ നാട്ടിലെത്തി. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ.